നമ്മുടെ പ്രോബിലിറ്റി ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഫസ്റ്റ് MCQ ഡിസ്കഷൻ ക്ലാസ് ആണ് ഇന്ന് വരുന്നത്. ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ പരീക്ഷ ഇതുവരെ പ്രിപ്പറേഷൻ തുടങ്ങാത്തവർക്കും പ്രിപ്പറേഷൻ തുടങ്ങിയിട്ടും ആദ്യ റാങ്കിൽ എത്തുമോ എന്ന ആശങ്കയുള്ളവർക്കുമായി ടെക് PSC ഏറ്റവും പുതിയ തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുകയാണ്. മുൻ വർഷങ്ങളിലെ ടോപ്പ് റാങ്കേഴ്സിനെ സൃഷ്ടിച്ചിട്ടുള്ള കേരളത്തിലെ ഏറ്റവും മികച്ച മെന്ററിന്റെയും അധ്യാപകരുടെയും നേതൃത്വത്തിൽ തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസ്സുകൾ ടെക് PSCയുടെ മാത്രം പ്രത്യേകതയാണ്. അത്തരത്തിലുള്ള ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസ്സുകൾ, സ്മാർട്ട് ആൻഡ് എഫക്റ്റീവ് ക്യാപ്സ്യൂൾ നോട്ട്സ് ആൻഡ് സ്റ്റഡി മെറ്റീരിയൽസ് ഇൻ PDF ഫോർമാറ്റ്, 5000-ലധികം ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ, 20ഓളം PSC മോഡലിലുള്ള ഫീഡ്ബാക്കോട് കൂടിയ മോക്ക് ടെസ്റ്റുകൾ, ഡൗട്ട് ക്ലിയറൻസ് ആൻഡ് മെന്റർഷിപ്പ്, സയന്റിഫിക് പ്രോഗ്രസ് ട്രാക്കിംഗ്, ഇന്റർവ്യൂ ഗൈഡൻസ് എന്നിവ അടങ്ങിയ ഈ ഒരു കോംബോ പാക്കേജ് ഇപ്പോൾ തന്നെ നിങ്ങൾക്കും സ്വന്തമാക്കാം. അതും ടെക് PSCയുടെ 1.5 lakhs സബ്സ്ക്രൈബേഴ്സ് ഓഫറായ വെറും 2999 എന്ന നിസ്സാരമായ പ്രൈസിലും. നെക്സ്റ്റ് ഹാർമോണിക് മീനിന്റെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഇതുപോലെ തന്നെ 3 ഡേറ്റ വന്നിട്ടുണ്ട്. സോ ഫസ്റ്റ് ഓഫ് ഓൾ അതിന്റെ ഇക്വേഷൻ ഇതാ. ഹാർമോണിക് മീൻ ഇപ്പൊ 2 നമ്പേഴ്സ് ഉള്ളെങ്കിൽ നമുക്ക് 2pq/p+q ഇങ്ങനെ എഴുതാം. ഇനിയല്ല ഒരു സെറ്റ് ഓഫ് നമ്പേഴ്സ് ആണ് ഉള്ളതെങ്കിൽ വി ഡു ഇറ്റ് എസ് എത്രയാണോ നമ്പർ ഫ്രീക്വൻസി ചെയ്തും ഡിവൈഡഡ് ബൈ 1/x1 പ്ലസ് 1/x2 അങ്ങനെ അൺടിൽ 1/xn വരെ എഴുതും. ഇപ്പൊ ഇവിടെ 3 നമ്പേഴ്സ് ഉള്ളതുകൊണ്ട് നമ്മൾ എങ്ങനെയാ HM കാൽക്കുലേറ്റ് ചെയ്യുന്നത്? 3 നമ്പേഴ്സ് ഉണ്ട്, ഡിവൈഡഡ് ബൈ 1/2 പ്ലസ് 1/4 പ്ലസ് 1/6. ഓക്കെ, 3/2/3 പ്ലസ് 1/4 36/11. 36/11 എന്ന് പറയുമ്പോൾ അപ്രോക്സിമേറ്റ്ലി 3.27 വരും, which is approximately equal to 3. ഇവിടെ 3.6 കൊടുത്തിട്ടുണ്ട്, പക്ഷെ 3.27 എന്ന് പറഞ്ഞാൽ ഇസ് നിയറർ ടു 3 അല്ലേ. അപ്പൊ സോ നമുക്ക് ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് എടുക്കുന്നത്. ഇപ്പൊ 3.5 അടുപ്പിച്ചൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് പിന്നെ 3.6 എടുക്കായിരുന്നു. ഓക്കെ, സോ ഇതാണ് ഹാർമോണിക് മീനിന്റെ ഇക്വേഷൻ. A data set has a mean of 50. If all the values are decreased by 10, the new mean is. ഇതിന്റെ ആൻസർ എന്താ? നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാതെ തന്നെ പറയാല്ലേ. 40 അല്ലെ? അതെ, നമ്മൾ നേരത്തെ ചേഞ്ച് ഓഫ് ഒറിജിൻ, ചേഞ്ച് ഓഫ് സ്കെയിൽ പഠിച്ചില്ല, അത് വെച്ചിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. മീൻ ഇവിടെ തന്നിട്ടുണ്ട് ഒരു ഡേറ്റ സെറ്റിന് 50 എന്ന്. നമ്മൾ ചെയ്യുന്ന ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ ഓരോ വാല്യൂവിനും 10 കൊണ്ട് കുറയ്ക്കുകയാണ്. നമുക്കറിയാം മെഷേഴ്സ് ഓഫ് സെന്റർ ടെൻഡൻസിയിൽ ചേഞ്ച് ഓഫ് ഒറിജിൻ ചെയ്ത് കഴിഞ്ഞാൽ സെയിം ചേഞ്ച് നമ്മുടെ മീൻ മീഡിയൻ മോഡിൽ റിഫ്ലക്ട് ആവും. അതായത് പുതിയ മീൻ എന്ന് പറയുന്നത് ഓരോ ടേമിനെ ഓരോ വാല്യൂവിനെയും 10 കൊണ്ട് കുറച്ചെങ്കിൽ ടോട്ടൽ നമ്മുടെ മീൻ വരുന്നത് 10 കുറയല്ലേ. സോ 50 - 10 40. ആൻസർ ഈസ് ഓപ്ഷൻ എ. നെക്സ്റ്റ് ഡേറ്റ സെറ്റിന്റെ റേഞ്ച് ആണ് ചോദിച്ചിട്ടുള്ളത്. റേഞ്ച് എന്ന് പറയുമ്പോൾ ഹയസ്റ്റ് വാല്യൂ മൈനസ് ലോവസ്റ്റ് വാല്യൂ. ഇവിടുത്തെ ഹയസ്റ്റ് വാല്യൂ 10 ആണ്, ലോവസ്റ്റ് വാല്യൂ 2 ആണ്. സോ ആൻസർ ഈസ് 8. ഓപ്ഷൻ സി. Sum of squares of deviations of 2, 4, 6 from their mean. ഓക്കെ, അപ്പൊ ഇവിടെ ചോദിച്ചിട്ടുള്ള എന്താണ്? ഇപ്പൊ x1, x2, x3 എന്ന് പറഞ്ഞ 3 വാല്യൂസ് ഉണ്ട്. അവരുടെ ഡീവിയേഷൻസിന്റെ, അതായത് x മൈനസ് എക്സ് ബാർ, നമ്മളെ മീൻ ഫ്രം ദിയർ മീൻ. ഓക്കെ, മീനിൽ നിന്നുള്ള ഡീവിയേഷൻസിന്റെ സ്ക്വയേഴ്സിന്റെ സം ആണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? അതിനുവേണ്ടി എക്സ് ബാർ വേണം അല്ലെ. നമുക്ക് എക്സ് ബാർ കാൽക്കുലേറ്റ് ചെയ്യാം. എക്സ് ബാർ എന്ന് പറയുമ്പോൾ മീൻ ആണ്. 2 + 4 + 6/3 12/3 4 വരും. നെക്സ്റ്റ് നമുക്ക് നോക്കേണ്ടത് ഈ എക്സ് ബാർ കിട്ടി. ഇനി ഈ എക്സ് മൈനസ് എക്സ് ബാർ ദ ഹോൾ സ്ക്വയറിന്റെ സമ്മേഷൻ എടുക്കാം. എക്സ് മൈനസ് എക്സ് ബാർ ദ ഹോൾ സ്ക്വയർ. ഫസ്റ്റ് വാല്യൂ ഏതാ? 2 ആണ്. 2 4 6 ആണ്. അപ്പൊ 2 മൈനസ് മീൻ ചെയ്തിട്ട് സ്ക്വയർ എടുക്കാം. അടുത്ത സെക്കൻഡ് വാല്യൂ 4 ആണ്. 4ൽ നിന്ന് മീൻ കുറച്ചിട്ട് സ്ക്വയർ എടുക്കാം. ലാസ്റ്റ് വാല്യൂ 6ൽ നിന്ന് മീൻ കുറച്ചിട്ട് സ്ക്വയർ എടുക്കാം. സോ -2 സ്ക്വയർ പ്ലസ് 0 square plus 2 square, which is equal to 8. Answer is option A. Okay. ഇത് കുറച്ച് സിമ്പിൾ ആണെന്ന് പിന്നെ ഞാൻ അങ്ങനെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയാത്തത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇഫ് ദ കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ ഇസ് 20%, CV എന്ന് പറയുന്നത് എത്ര തന്നിട്ടുണ്ട്? 20% എന്ന് തന്നിട്ടുണ്ട്. മീൻ അരിത്തമെറ്റിക് മീൻ ഇസ് 40 എങ്കിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ചോദിച്ചിരിക്കുകയാണ്. CV is equal to SD/AM into 100. നമുക്ക് കണ്ടുപിടിക്കുന്ന സ്റ്റാൻഡേർഡ് ഡിവിഷൻ. സോ സ്റ്റാൻഡേർഡ് ഡിവിഷൻ എങ്ങനെ എഴുതും? CV into AM divided by 100 അല്ലേ. 20 into 40/100 equal to 8.
നമുക്ക് കഴിഞ്ഞ എല്ലാ ക്വസ്റ്റിന്റെ ആൻസർ 8 ആണല്ലോ വരുന്നത് അല്ലേ? ഓക്കെ, ആൻസർ ഇസ് ഓപ്ഷൻ ബി. മീഡിയൻ ഓഫ് ദി ഡേറ്റ സെറ്റ്. മീഡിയൻ എന്ന് പറയുമ്പോഴത്തേക്കും മിഡിൽ ടേം ആണ് നമ്മൾ കണ്ടിരിക്കുന്നത്. ഇപ്പൊ ഇവിടെ എത്രയാണ് ഓഡ് നമ്പറും ഈവൻ നമ്പറും നോക്കിയിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഇതിന്റെ ആൻസർ വരുന്നത് മിഡ് ടേം ഏതാ? 7 ആണ് വരുന്നത്. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. എപ്പോഴും ഒരു ഡേറ്റ സെറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഇതിപ്പോ അസെൻഡിങ് ഓർഡർ തന്നിട്ടുണ്ട്. സോ ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു കൺവേർട്ട് ഇറ്റ് ഇൻ ടു ഒരു റീഅറേഞ്ച് ചെയ്ത് അസെൻഡിങ് അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിലാക്കണം. എന്നിട്ട് അതിന്റെ മിഡിൽ മോസ്റ്റ് ടേം എടുക്കാം. ഇപ്പോ ഓഡ് നമ്പർ ആണെങ്കിൽ നമുക്ക് മിഡിൽ ടേം കിട്ടും. ഇൻ കേസ് ഈവൻ നമ്പർ ഉള്ള ഒരു ഡേറ്റ സെറ്റ് ആണ് നമ്മുടെ കയ്യിൽ കിട്ടുന്നതെങ്കിൽ നടുക്കുള്ള രണ്ട് നമ്പേഴ്സിന്റെ ആവറേജ് എടുക്കുക. ഓക്കെ, ഇപ്പൊ ഇവിടെ നമുക്ക് ഈവൻ നമ്പർ അല്ല, ഓഡ് നമ്പർ ആണ്. അപ്പൊ നടുക്ക് എന്താണ്? ഒരു ടേമേ ഉള്ളൂ. സോ വി കൻ ഡയറക്ട്ലി റൈറ്റ് ആൻസർ 7 ആണെന്ന് നമുക്ക് എഴുതാം അല്ലെ? അല്ലെങ്കിൽ നമ്മൾ n/2 + 1th വാല്യൂ എടുക്കും. അങ്ങനെ വാല്യൂ ആയിട്ട് ഇക്വേഷൻ ആയിട്ട് ഓർത്ത് വയ്ക്കാൻ താല്പര്യം ഇല്ലാത്തവര് ജസ്റ്റ് നടുക്ക് ഒരു ടേം അല്ലെങ്കിൽ നടുക്കുള്ള രണ്ട് ടേമിന്റെ ആവറേജ് എടുക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വേരിയൻസ് കണ്ടുപിടിക്കാനാണ്. സോ വേരിയൻസിന്റെ ഇക്വേഷൻ നമ്മൾ ആക്ച്വലി സ്റ്റാൻഡേർഡ് ഡീവിയേഷന്റെ ഒരു 2-3 ഇക്വേഷൻ പഠിച്ചു അല്ലേ? ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ പരീക്ഷ ഇതുവരെ പ്രിപ്പറേഷൻ തുടങ്ങാത്തവർക്കും പ്രിപ്പറേഷൻ തുടങ്ങിയിട്ടും ആദ്യ റാങ്കിൽ എത്തുമോ എന്ന ആശങ്കയുള്ളവർക്കുമായി ടെക് PSC ഏറ്റവും പുതിയ തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുകയാണ്. മുൻ വർഷങ്ങളിലെ ടോപ്പ് റാങ്കേഴ്സിനെ സൃഷ്ടിച്ചിട്ടുള്ള കേരളത്തിലെ ഏറ്റവും മികച്ച മെന്ററിന്റെയും അധ്യാപകരുടെയും നേതൃത്വത്തിൽ തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസ്സുകൾ ടെക് PSCയുടെ മാത്രം പ്രത്യേകതയാണ്. അത്തരത്തിലുള്ള ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസ്സുകൾ, സ്മാർട്ട് ആൻഡ് എഫക്റ്റീവ് ക്യാപ്സ്യൂൾ നോട്ട്സ് ആൻഡ് സ്റ്റഡി മെറ്റീരിയൽസ് ഇൻ PDF ഫോർമാറ്റ്, 5000-ലധികം ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ, 20ഓളം PSC മോഡലിലുള്ള ഫീഡ്ബാക്കോട് കൂടിയ മോക്ക് ടെസ്റ്റുകൾ, ഡൗട്ട് ക്ലിയറൻസ് ആൻഡ് മെന്റർഷിപ്പ്, സയന്റിഫിക് പ്രോഗ്രസ് ട്രാക്കിംഗ്, ഇന്റർവ്യൂ ഗൈഡൻസ് എന്നിവ അടങ്ങിയ ഈ ഒരു കോംബോ പാക്കേജ് ഇപ്പോൾ തന്നെ നിങ്ങൾക്കും സ്വന്തമാക്കാം. അതും ടെക് PSCയുടെ 1.5 lakhs സബ്സ്ക്രൈബേഴ്സ് ഓഫറായ വെറും 2999 എന്ന നിസ്സാരമായ പ്രൈസിലും. അതിൽ കണ്ടുപിടിച്ചിട്ട് സിഗ്മ എന്ന് പറയുന്നതാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അതിന്റെ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ ആ ഇക്വേഷൻസിൽ നമ്മുടെ സ്ക്വയർ റൂട്ട് ഉണ്ടല്ലോ, ആ സ്ക്വയർ റൂട്ട് സിമ്പിൾ അത്രയും പോകും. അത് വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. ഇല്ലെങ്കിൽ നമ്മൾ ജനറലി പറയുന്ന ഒരു ഇക്വേഷൻ ആണ് സിഗ്മ x - x bar the whole square by n. ഇങ്ങനെയും ചെയ്യാം. ഓക്കെ, സോ ഞാനിപ്പോ ഈ ഒരു ഫോർമാറ്റ് ചെയ്യുവാണ്. മറ്റേ രീതിയിൽ ചെയ്താലും നിങ്ങൾക്ക് കിട്ടാം കേട്ടോ. മറ്റേ ഇക്വേഷൻസ് വെച്ചിട്ട് ചെയ്താലും യു വിൽ ഗെറ്റ് ദി ആൻസർ. സോ ഇവിടെ നമുക്ക് x bar വേണം. x bar = 1 + 2 + divided by 5 which is equal to 15/5 3 വരും. ഇനി നമുക്ക് വേണ്ടത് നേരത്തെ നമ്മൾ ആ സ്ക്വയേഴ്സിന്റെ ഡീവിയേഷൻസിന്റെ സം എടുത്തില്ലേ, ആ സെയിം മെത്തേഡിൽ നമുക്കൊന്ന് സമ്മേഷൻ എടുക്കാം. 1 - 3 the whole square plus 2 - 3 the whole square plus. എക്സാമിന് നിങ്ങൾ ഈ സ്റ്റെപ്പ് ഒന്നും എഴുതേണ്ട ആവശ്യം വരില്ല. നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് തന്നെ ഫൈനൽ ആൻസർ ഒക്കെ എഴുതാനായിട്ട് ശീലിക്കുക കേട്ടോ. ഇത് പിന്നെ ഞാൻ ജസ്റ്റ് അറിഞ്ഞൂടാത്തവരുണ്ടെങ്കിൽ ഒന്ന് പറയാൻ വേണ്ടിയിട്ട് എഴുതുന്നേ ഉള്ളൂ. സോ ഇവിടെ 4 + 1 + 0 + 1 + 4 വരും. സോ 8 10 വരും അല്ലെ? ഇതെന്ന് പറയുന്നത് സിഗ്മ x - x bar the whole square ആയല്ലോ കേട്ടോ. അപ്പൊ സിഗ്മ സ്ക്വയർ നമ്മുടെ വേരിയൻസ് എന്ന് പറയുന്നത് സിഗ്മ x - x bar the whole square divided by n, അതായത് 10 divided by 5. 3 അല്ലല്ലോ വരുന്നത് ഇവിടെ. 6 10 15/5. 3 ആണല്ലേ? 10 divided by 3 വരും. 10 divided by 3 വരുമ്പോൾ 3. അല്ലെങ്കിൽ മിസ്റ്റേക്ക് ഒന്നും ഓപ്ഷൻ ഇല്ലല്ലോ ഒരു ആൻസറിൽ. നിങ്ങൾക്ക് എന്താ കിട്ടിയ? എന്താ? 10/5 ഓ സോറി ഞാനിവിടെ x bar ആ നോക്കിയതല്ലേ, സോറി. യെസ് നമ്പർ ഓഫ് ഡേറ്റ സെറ്റിൽ എത്ര വാല്യൂസ് ഉണ്ടെന്നുള്ള നമ്പറാ കൊടുക്കേണ്ടത്. അപ്പൊ ഇവിടെ 10/5 വരും, ഈക്വൽ ടു 2. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. നെക്സ്റ്റ് കോവേരിയൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കിപ്പോ കുറെ റിലേറ്റഡ് ആയിട്ടുള്ള ടേംസ് വരുന്നുണ്ട്. കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ, വേരിയൻസ്, കോവേരിയൻസ്. കൺഫ്യൂസ്ഡ് ആവരുത് കേട്ടോ. അപ്പൊ എല്ലാത്തിന്റെ ഇക്വേഷൻസ് കറക്റ്റ് ആയിട്ട് പഠിക്കാം. സോ കോവേരിയൻസ് ബിറ്റ്വീൻ എക്സും വൈന്നും പറഞ്ഞ രണ്ട് സെറ്റ് ഓഫ് ഡേറ്റ തന്നിട്ടുണ്ട്. എക്സിന്റെ പോയിന്റ്സും വൈന്റെ പോയിന്റ്സും തന്നിട്ടുണ്ട്. സോ കോവേരിയൻസിന്റെ ഇക്വേഷൻസ് ജസ്റ്റ് ഒന്ന് എഴുതാം.
covariance. Okay, covariance equation വരുന്നത് sigma xy divided by n minus sigma x by n sigma y by n. ഇങ്ങനെ എഴുതാം. ഇല്ലെങ്കിൽ പിന്നെ ചെറുതായിട്ടൊന്ന് മോഡിഫൈ ചെയ്തിട്ട് വേറെ ഒന്നല്ല, നമ്മളിവിടെ ജസ്റ്റ് എക്സ് ബാർ വൈ ബാർ എന്ന് പറഞ്ഞിട്ട് റീപ്ലേസ് ചെയ്യുന്നേ ഉള്ളൂ കേട്ടോ. ഈ സിഗ്മ എക്സ് ബൈ എൻ എന്ന് പറയുന്നത് എന്താണ്? മീൻ ആണ് അല്ലെ, എക്സിന്റെ മീൻ എക്സ് ബാർ, അടുത്തത് വൈന്റെ മീൻ ആണ് വൈ ബാർ. ഓക്കെ, അപ്പൊ ഇങ്ങനെ നമുക്ക് എഴുതാം. പിന്നെ ചിലടത്ത് നമ്മൾ ഇതിനെ ഡീവിയേഷൻസ് കാൽക്കുലേറ്റ് ചെയ്ത് ചെയ്യുന്ന ഒരു രീതിയും കാണാറുണ്ട്. അതായത് പക്ഷെ ഇപ്പം ഏതെങ്കിലും ഒന്ന് രണ്ട് ഇക്വേഷൻസ്, ഒരു ഇക്വേഷൻ നിങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി, അത് വെച്ച് തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അങ്ങനെ എന്തെങ്കിലും സ്പെസിഫിക് കേസുള്ള ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ ഐ വിൽ നോട്ട് ഡൗൺ ദാറ്റ്. ഇപ്പൊ ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, നമുക്കിപ്പോ എക്സിന്റെ വാല്യൂസ് തന്നിട്ടുണ്ട് സെറ്റ് 1 2 3, വൈന്റെ വാല്യൂ തന്നിട്ടുണ്ട് 4 5 6. ഇനി നമുക്ക് എന്താ വേണ്ടത്? എക്സ് വൈ വേണം, പിന്നെ എക്സിന്റെ വൈന്റെ മീൻ വേണം അല്ലെ. സോ ഞാൻ ഫസ്റ്റ് എക്സും വൈയും, നമുക്ക് പിന്നെ എന്താ വേണ്ട? എക്സ് വൈ വേണം അല്ലെ. സോ 1 2 3 4 5 6 4 10 and 18. സിഗ്മ എക്സ് എന്ന് പറയുമ്പോഴത്തേക്കും 6 വരും, സിഗ്മ വൈ 15, സിഗ്മ എക്സ് വൈ 32. അപ്പൊ ഇതെല്ലാം ആയല്ലോ. നമുക്കിനി എക്സ് ബാർ കണ്ടുപിടിക്കണം അല്ലെ. എക്സ് ബാർ ഈക്വൽ ടു സിഗ്മ എക്സ് ബൈ എൻ വരും, ദാറ്റ് ഈസ് 6/3 ടു വൈ ബാർ ഇതുവരെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 15/3 വരുമ്പോഴത്തേക്കും 5 വരും. ഇനി നമുക്ക് ഇക്വേഷനിലേക്ക് ഡയറക്റ്റ് ഇട്ട് കൊടുക്കാം അല്ലെ. covariance equal to sigma xy by n minus x bar y bar അല്ലെ. സിഗ്മ എക്സ് വൈ നമ്മൾ എത്ര കണ്ടുപിടിച്ചു? 32. എത്ര ഡേറ്റ പോയിന്റ്സ് ഉള്ളത്? 3 എണ്ണം അല്ലെ. ഓരോ സെറ്റിൽ എത്ര എണ്ണം വെച്ചുള്ളത് നോക്കിയാൽ മതി, ടോട്ടൽ എത്ര ഉണ്ടെന്ന് നോക്കണ്ട. 32/3 മൈനസ് മീൻ എത്ര? 2 into 5 വരും. 32/3 minus 10, that is 2/3 അല്ലേ. സോ ഓപ്ഷൻ ഇസ് ഓപ്ഷൻ ഇല്ലയോ നോക്കണ്ട, റൈറ്റ് ആൻസർ ഇതിൽ 2/3 ആണ് കേട്ടോ. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫോർ എ ഡേറ്റ സെറ്റ് എക്സ് വൈ, എക്സിന്റെ വൈന്റെ ഡേറ്റ പോയിന്റ്സ് വന്നിട്ടുണ്ട്. ദ ഇക്വേഷൻ ഓഫ് ദ റിഗ്രഷൻ ലൈൻ y equal to a plus bx has b equal to 0.5. ഫൈൻഡ് a. അപ്പൊ നമുക്ക് ഒരു റിഗ്രഷൻ ലൈൻ തന്നിട്ടുണ്ട്, y equal to a plus bx ആണ്. അവിടെ ബിന്റെ വാല്യൂ തന്നിട്ടുണ്ട് 0.5. നമ്മൾ a എന്ന വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇത് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് എക്സിന്റെ വൈന്റെ രണ്ട് സെറ്റ് ഓഫ് വാല്യൂസ് തന്നിട്ടുണ്ട്. എക്സിന്റെ സെറ്റ് എന്ന് പറയുന്നത് 2 4 6 ആണ്, y എന്ന് പറയുന്നത് 1 3 5 ആണ്. അപ്പൊ ഈ രണ്ട് സെറ്റിനെയും കറസ്പോണ്ട് ചെയ്യുന്ന ഇവരുടെ റിലേഷനെ കാണിക്കുന്ന റിഗ്രഷൻ ലൈനാണ് ഈ y ഈക്വൽ ടു a പ്ലസ് ബി എക്സ്. അതിൽ b 0.5 ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിന്റെ a വാല്യൂ കണ്ടുപിടിക്കണം. അപ്പൊ ഇത് കണ്ടുപിടിക്കാനായിട്ട് സിമ്പിൾ ആയിട്ടുള്ള ഒരു മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ എക്സിനും വൈക്കും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. എന്ത് വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും? മീൻ വെച്ചിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഓക്കെ, സോ ഫസ്റ്റ് നമുക്ക് എക്സ് ബാർ കണ്ടുപിടിക്കാം. എക്സ് ബാർ എന്ന് പറയുമ്പോൾ 2 + 4 + 6 / 3 which equals 12/3 വരും അല്ലെ, 4 വരും. സിമിലർലി y ബാർ പറയുമ്പോഴത്തേക്കും 1 + 3 + 5 9/3 which is equal to 3. y equal to a plus bx റിഗ്രഷൻ ലൈൻ എഴുതുവാണ്. ഇംപ്ലൈസ് y എന്ന് പറയുന്ന വൈന്റെ മീൻ കൊടുക്കാം 3, a ആണ് കണ്ടുപിടിക്കേണ്ടത്, പ്ലസ് ബിന്റെ വാല്യൂ 0.5 തന്നിട്ടുണ്ട്, ആൻഡ് എക്സിന്റെ എക്സ് ബാർ വെച്ച് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. സോ വാട്ട് ഇസ് ദി ആൻസർ? 3 equal to a plus 4 into 0.5 20, അതായത് 2 വരും അല്ലേ. 2. a equal to 3 minus 2 equal to 1 എന്ന് ആൻസർ വരും. സോ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ സി. ഞാനിങ്ങനെ എടുത്ത് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടോ എന്ന് ചോദിക്കുന്നില്ല. നിങ്ങൾക്ക് എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു ഹെസിറ്റേഷൻ ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഇപ്പൊ എല്ലാവർക്കും എല്ലാം കറക്റ്റ് ആയിട്ട് അറിയണമെന്നില്ല. ഇപ്പൊ നേരത്തെ പഠിച്ചവർക്കൊക്കെ ചിലപ്പോൾ കുറച്ചുകൂടി ഈസി ആയിരിക്കും. ഇല്ല, നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാം കേട്ടോ. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കാം.
നെക്സ്റ്റ് വൺ, ഇനി നമ്മൾ ആ ഒരു മെഷേഴ്സ് ഓഫ് സെന്റർ ടെൻഡൻസി ഡിസ്പെർഷൻ പിന്നെ ഒരു കോറിലേഷൻ റിഗ്രഷൻ ആ ഒരു സെക്ഷൻ വിട്ടു. ഇനി നമ്മൾ കുറെ ബേസിക് ആയിട്ടുള്ള പ്രോബബിലിറ്റിയുടെ ക്വസ്റ്റ്യൻസ് ആണ്. ആക്ച്വലി ഹൈ വെയിറ്റേജ് ഉള്ള ഒരു മൊഡ്യൂളാണ് നമ്മുടെ പ്രോബബിലിറ്റി. ഞാൻ സിലബസ് ഫസ്റ്റ് വെച്ചിട്ടുണ്ടായിരുന്നില്ല അല്ലേ. ഇറ്റ്സ് ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്ലാസ് വരുമ്പോൾ അതുകൊണ്ടൊന്ന് നോക്കാം. ഇപ്പൊ ഒരു ഹൈ വെയിറ്റേജ് ഉള്ള മാത്സിൽ ഹൈ വെയിറ്റേജ് ഉള്ള ഒരു സെക്ഷനാണ് പ്രോബിലിറ്റി സ്റ്റാറ്റിസ്റ്റിക്സ്. അപ്പൊ ഇതിന് ആക്ച്വലി നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഇവൻ AD എക്സാമിനാണെങ്കിൽ പോലും കുറച്ച് ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് എക്സ്പെക്ട് ചെയ്തിരുന്നത്. പക്ഷെ എല്ലാം വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചുള്ളൂ. മാത്സിൽ മൊത്തത്തിൽ ഈസി ആയിരുന്നു, പ്രോബിലിറ്റിയിൽ പോലും ഡയറക്റ്റ് സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളൂ. പക്ഷെ നമ്മുടെ ക്ലാസ്സസ് നോക്കി കഴിഞ്ഞാൽ നമ്മൾ കുറച്ചുകൂടെ ഹൈ ലെവലിലെ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ചെയ്തത്. പക്ഷെ കുഴപ്പമില്ല, നിങ്ങൾ അത് പ്രാക്ടീസ് ചെയ്യുന്നത് സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഈസിയാണ്. ബട്ട് ആ ഒരു ലെവലിലുള്ള കൂടുതൽ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു സെഷനിൽ കൂടുതൽ നോക്കുന്നത് കേട്ടോ. സോ പ്രോബിലിറ്റിയുടെ കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. സോ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എൻ ഈവൻ നമ്പർ ഇൻ എ സിംഗിൾ ത്രോ വിത്ത് എ ഡൈ ഈസ് എത്ര എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, തുടക്കത്തിൽ കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസേ ഉള്ളൂ കേട്ടോ. കിട്ടിയോ? ആൻസർ കിട്ടിയോ? ആർക്കാ കിട്ടിയോ? പറഞ്ഞോളൂ. ഓപ്ഷൻ എ 1/2. അതെ, 1/2. നമ്മൾ പ്രോബിലിറ്റി ഒക്കെ നമ്മൾ സ്കൂൾ ലെവലിൽ പഠിച്ചിട്ടുണ്ട്. ബേസിക് ക്വസ്റ്റ്യൻസ് ഒക്കെ ഈസിയാണ് അല്ലെ. അപ്പോൾ ഇവിടെ ഡൈന്റെ കേസ് പറഞ്ഞുകൊണ്ട് ഐ ജസ്റ്റ് സേ നമ്മൾ പ്രോബിലിറ്റി സാധാരണ എഴുതുന്നത്, പ്രോബിലിറ്റി ഒരു ഇവന്റിന്റെ പ്രോബിലിറ്റി ചോദിച്ചു കഴിഞ്ഞാൽ വി കാൽക്കുലേറ്റഡ് ബൈ ഫേവറബിൾ ഔട്ട്കംസ്. അതായത് നമ്മളൊരു ഈവന്റ് എന്ന് പറഞ്ഞ ഒരു കണ്ടീഷൻ തരും, അതിന് ഫേവർ ചെയ്യുന്ന എത്ര ഔട്ട്കം ഉണ്ടെന്ന് നമ്മൾ നോക്കും, എത്ര കൗണ്ട് വരും എന്ന് നോക്കും. എന്നിട്ട് ആ ഒരു ഇവന്റ് നടക്കുമ്പോൾ ഒരു ടോട്ടൽ പോസിബിലിറ്റീസ് ഉണ്ട്. അതായത് ഇപ്പൊ നമ്മളൊരു ഡൈ ത്രോ ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു കോയിൻ ഫ്ലിപ്പ് ചെയ്യുന്ന മൊത്തത്തിൽ എത്ര ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഒബ്ജക്റ്റീവ് കിട്ടാൻ എത്ര ചാൻസസ് ഉണ്ട്, അതാണ് ഫേവറബിൾ ഔട്ട്കം. പക്ഷെ മൊത്തത്തിൽ അവൈലബിൾ ആയിട്ടുള്ള എത്ര ഔട്ട്കംസ് ഉണ്ടോ അതിന് നമ്മൾ പോസിബിൾ ഔട്ട്കംസ് എന്ന് വിളിക്കും. ഓക്കെ, പോസിബിൾ ഔട്ട്കംസ്. ഞാൻ ഇനി എഫും പി ഒന്നും വിളിക്കാൻ കേട്ടോ. ഇനി എപ്പോഴും ഞാൻ എഫും പി ഫേവറബിൾ പോസിബിൾ എന്നൊന്നും എഴുതാൻ പോകുന്നില്ല, എഫും പി യു എന്ന് എഴുതത്തുള്ളൂ കേട്ടോ. അപ്പൊ ഇത് വെച്ചിട്ടാണ് നമ്മൾ ജനറലി എന്ത് ചെയ്യുന്നത്, പ്രോബിലിറ്റി ഏത് പ്രോബിലിറ്റി ഇക്വേഷൻ വന്നാലും നമ്മൾ ഇതിന്റെ ആപ്ലിക്കേഷൻ പോലെ രീതിയിൽ തന്നെ ചെയ്യുന്നത്. ഇതാണ് ബേസിക് ആയിട്ടുള്ള നമ്മുടെ ഐഡിയ. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ തന്നെ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എൻ ഈവൻ നമ്പറിന് സിംഗിൾ ത്രോ വിത്ത് ഡൈ, ഒരു ഡൈ നമ്മൾ എറിഞ്ഞു, ഒറ്റ ത്രോയേ ഉള്ളൂ എങ്കിൽ നമുക്ക് ഈവൻ നമ്പർ കിട്ടാനുള്ള പ്രോബിലിറ്റി. ജസ്റ്റ് ഞാൻ ഇവിടെ ഒരു കാര്യം കൂടെ പറയാണ്. നമ്മളൊരു ഡൈന് ഒരു തവണ ത്രോ ചെയ്യാൻ അല്ലെങ്കിൽ ഒറ്റ ഡൈ ത്രോ ചെയ്യുകയാണ്, അവിടെ നമുക്ക് വരുന്ന പോസിബിൾ ആയിട്ടുള്ള ഔട്ട്കംസ് എത്ര ഔട്ട്കംസ് ആണ് അവിടെ പോസിബിൾ ആയിട്ടുള്ള. നമുക്കറിയാം ഒരു ഡൈ നമ്മൾ എറിഞ്ഞു കഴിഞ്ഞാൽ അതിൽ എന്തൊക്കെയുള്ള ആറ് ഫേസസ് ആണ്. 6 ഫേസിലും 1 to 6 എന്ന നമ്പേഴ്സ് ആണ് എഴുതിയിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഒരിക്കൽ എറിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഫേസ് അപ്സൈഡ് ആയിട്ടിരിക്കുന്ന ഫേസിൽ ഏതെങ്കിലും ഒരു നമ്പറേ കാണത്തുള്ളൂ അല്ലെ. പക്ഷെ ഈ 6 നമ്പർ 1 2 3 4 5 6 ഈ 6 നമ്പറിൽ ഏതെങ്കിലും ഒരു നമ്പർ ആകാം. അപ്പൊ ടോട്ടൽ പോസിബിൾ ഔട്ട്കം എന്ന് പറയുന്നത് 6 ആണ് അല്ലെ. അപ്പൊ ഒരു ഡൈ നമ്മൾ ഒരിക്കൽ ത്രോ ചെയ്ത് കഴിഞ്ഞാൽ 6 പോസിബിൾ ആയിട്ടുള്ള ഔട്ട്കംസ് ഉണ്ട്. ഇനി ഞാൻ ഒരെണ്ണത്തിന് പകരം 2 ഡൈ എറിയുവാണ് എങ്കിൽ എന്താണ്, ഫസ്റ്റ് ഡൈയിലും 6 ഉണ്ട്, ഫസ്റ്റ് ഡൈയിൽ 6 ഉണ്ട്, സെക്കൻഡിലും 6 ഉണ്ട്. പക്ഷെ നമ്മൾ 6 + 6 എന്നല്ല എഴുതുന്നത്, 6 × 6 6 സ്ക്വയർ ആണ് എടുക്കുന്നത് കേട്ടോ. അപ്പൊ 6 സ്ക്വയർ = 36. അപ്പൊ 2 ഡൈ നമ്മൾ എറിയുമ്പോഴത്തേക്കും എന്ത് ചെയ്യുന്നു, നമ്മൾ പോസിബിൾ ആയിട്ടുള്ള ടോട്ടൽ പോസിബിൾ ഔട്ട്കംസ് എന്ന് പറയുന്നത് 36 ആണ്. കാരണം നമ്മൾ അതിന്റെ പേയേഴ്സ് വരും. അതായത് ആദ്യത്തേല് ഇപ്പൊ ഞാൻ ഫസ്റ്റ് ഒരു ഡൈ എറിയുന്നു, അതിൽ 1 to 6 വരെ. ഇപ്പൊ ഞാൻ ഫസ്റ്റ് വിചാരിക്കുന്ന ആദ്യത്തെ ഡൈയിൽ എനിക്ക് 1 ആണ് കിട്ടിയത്. അപ്പോ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് 1 വരാം, 2 വരാം, 3 വരാം, 4 വരാം, 5. രണ്ടാമത്തെ ഡൈയിൽ ഏത് നമ്പർ വേണം വരാം. അപ്പൊ അവിടെ തന്നെ 6 ഔട്ട്കംസ് ആയി. ഇനി അടുത്ത് ഫസ്റ്റത്തേൽ ഇപ്പൊ നമുക്ക് 2 ആണ് കിട്ടിയത്. വീണ്ടും ആദ്യത്തിൽ 2 വീഴുമ്പോൾ രണ്ടാമത്തെ ഡൈയിൽ എത്ര വേണോ വീഴാം, ഏതോ 1 തൊട്ട് 6 വരെ വീഴാം. വീണ്ടും അവിടെ ഒരു 6 ഔട്ട്കംസ് ആയി. ഇതുപോലെ 6 നമ്പേഴ്സിന് എന്ത് ചെയ്യും, നമുക്ക് 6 പെയർസ് ഓഫ് ഔട്ട്കംസ് വരും. അതാണ് ഇങ്ങനെ നമ്മൾ 6 സ്ക്വയർ എടുക്കുന്നത്. ഓക്കെ, സോ അങ്ങനെ 6 സ്ക്വയർ. അപ്പൊ ഈ ഒരു പാറ്റേണിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ 3 ഡൈ വരുമ്പോഴത്തേക്കും ടോട്ടൽ പോസിബിൾ ഔട്ട്കംസ് എത്രയാണ്, 6 ക്യൂബ് അല്ലെ. 6 ക്യൂബ് എന്ന് പറയുമ്പോൾ 216. 4 ഡൈ വരുവാണെങ്കിലോ 6⁴, 1296 ഔട്ട്കംസ് ആണ് അവിടെ വരുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ എന്താണ് പറഞ്ഞിട്ടുള്ളത്, പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ആൻ ഈവൻ നമ്പർ. നമ്മളെ ഫേവർ ചെയ്യേണ്ട എന്താണ്, ഈവൻ നമ്പർ കിട്ടുക എന്നുള്ളത്. നമുക്കറിയാം 1 to 6 ഇടയ്ക്ക് 2 4 6 3 ഈവൻ നമ്പേഴ്സ് ആണ് നമുക്ക് ഉള്ളത്. അപ്പൊ ഫേവറബിൾ ഔട്ട്കംസ് എത്ര കൗണ്ട് ഉള്ളത്, ഫേവറബിൾ ആയിട്ടുള്ളത് നമുക്ക് 3 ഉള്ളൂ. പക്ഷെ ടോട്ടൽ പോസിബിൾ ഔട്ട്കംസ് എത്രയാ ഉള്ളത്, നമുക്ക് ഒരു സിംഗിൾ ത്രോ വിത്ത് എ ഡൈ, ഒരു ഡൈ നമ്മൾ ഒരു തവണ എറിയണം. അപ്പൊ 6 പോസിബിൾ ഔട്ട്കംസ് ഉണ്ട്. സോ പ്രോബിലിറ്റി എന്ന് പറയുന്നത് F/P, അതായത് 3/6 വരും. ക്യാൻസൽ ചെയ്തിട്ട് 1/2 നമുക്ക് എഴുതാം. ഓക്കെ, സോ അങ്ങനെയാണ് 1/2 കിട്ടിയത്.
ഇതുപോലെ തന്നെ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ടെയിൽ ഇൻ ത്രോ ഓഫ് എ കോയിൻ. ഇതുപോലെ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ കോയിന്റെ കേസിൽ നമുക്ക് ടോട്ടൽ പോസിബിൾ ഔട്ട് പറഞ്ഞോളൂ. അതെ, 1/2 ആണ് ആൻസർ. ഓക്കെ, ജസ്റ്റ് ആ കോയിന്റെ കേസ് ഒന്ന് പറയാണ്. ഒരു കോയിന് നമുക്ക് എടുക്കുമ്പോഴത്തേക്കും ടോട്ടൽ പോസിബിൾ ഔട്ട്കംസ് ആണ് കേട്ടോ. എത്ര പോസിബിലിറ്റീസ് ഉണ്ട് ഒരു കോയിൻ ഫ്ലിപ്പ് ചെയ്യുമ്പോൾ? ഒന്നിലും ഹെഡ് വീഴും, അല്ലെങ്കിൽ ടെയിൽ വീഴും അല്ലെ? ഒന്നിലും ആദ്യത്തെ സൈഡ് അല്ലെങ്കിൽ മറു സൈഡ് വീഴും. അപ്പൊ 2 പോസിബിലിറ്റീസ് ആണുള്ളത്. 2 കോയിൻ ഇടുവാണെങ്കിലോ 2 സ്ക്വയർ വരും അല്ലെ? നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ, ആ ഡൈന്റെ കേസ് പറഞ്ഞ പോലെ തന്നെ. ഇപ്പൊ 3 കോയിൻ വരുമ്പോ 2 ക്യൂബ് വരും. ഓക്കെ, അപ്പോ 4 കോയിൻസ് നമ്മൾ ടോസ് ചെയ്യുവാണെങ്കിൽ, അല്ലെങ്കിൽ 4 കോയിൻസ് ടോസ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു കോയിനെ 4 തവണ ടോസ് ചെയ്യാം. രണ്ടും സെയിം ആണ് കേട്ടോ. 2/4 ഇങ്ങനെ നമുക്ക് കാൽക്കുലേറ്റ് 2, 4, 8, 16 അല്ലെ? അത്രയും വാല്യൂസ് വരും. അപ്പൊ ഇവിടെ എന്ന് പറഞ്ഞാൽ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ടെയിൽ, നമുക്ക് ടെയിൽ ഫേവറബിൾ ഔട്ട്കം എത്രയാണ്? ഒരു തവണ കിട്ടും. ഹെഡ് ടെയില് ഒന്നല്ലേ ഉള്ളൂ ടെയിൽ എന്ന് പറയുന്നത്, അപ്പൊ 1 ആണ്. ടോട്ടൽ പോസിബിൾ ഔട്ട്കംസ് എത്രയാണ്? ഒരു കോയിന് ഒരു തവണ ത്രോ ചെയ്യുമ്പോൾ 2. അപ്പൊ നമ്മുടെ പ്രോബിലിറ്റി എന്ന് പറയുന്നത് 1/2. അപ്പൊ ഇത് വായിക്കാതെ തന്നെ നമുക്ക് ജനറലി ഉള്ള ലോജിക് വെച്ച് ഒരു കോയിൻ അറിയുമ്പോൾ ടെയിൽ കിട്ടാനുള്ള പ്രോബിലിറ്റി എത്രയാ? ഹാഫ്. ഹെഡ് കിട്ടാനുള്ള പ്രോബിലിറ്റി എത്രയാ? ഹാഫ്. ഓക്കെ, സോ അങ്ങനെ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാം. Next question. A bag contains 6 white balls, 9 black balls. The probability of drawing a black ball. ജസ്റ്റ് ഒരു മിനിറ്റ്, ഞാൻ വെള്ളം കുടിച്ചിട്ട് ത്രോട്ട് ഒരുമാതിരി തോന്നും. ജസ്റ്റ് ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യാം. ഓക്കെ, സോ ബാഗ് കണ്ടെയ്ൻ 6 വൈറ്റ് ആൻഡ് 9 ബ്ലാക്ക് ബോൾസ്. എങ്കിൽ നമുക്ക് ഒരു ബ്ലാക്ക് ബോൾ ഡ്രോ ചെയ്യാനുള്ള പ്രോബിലിറ്റി ആണ് ചോദിച്ചിരിക്കുന്നത്. സോ വി ഹാവ് എ ബാഗ്, അതിൽ 6 വൈറ്റ് ബോൾസ് ഉണ്ട്, 9 ബ്ലാക്ക് ബോൾസ് ഉണ്ട്. പ്രോബിലിറ്റി ഓഫ് എന്താ ചോദിച്ചിരിക്കുന്നത്? ഡ്രോയിങ് എ ബ്ലാക്ക് ബോൾ. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മുടെ ഫേവറബിൾ ഔട്ട്കം, ടോട്ടൽ പോസിബിൾ ഔട്ട്കംസ് എത്രയാണ്? നമ്മുടെ ബാഗിൽ മൊത്തം, ഇതാണ് നമ്മുടെ ബാഗ്. ആ ബാഗിൽ എത്ര ബോൾസ് ഉണ്ട്? 9+6 ഉണ്ട് അല്ലെ? 9+6 എന്ന് പറയുമ്പോഴത്തേക്ക് 15 ബോൾസ് ഉണ്ട്. അപ്പൊ ഇതിൽ നിന്നും ഒരെണ്ണമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സെലക്ട് ചെയ്യുന്നത് അല്ലെ? അപ്പൊ എത്ര ഓപ്ഷൻസ് ഉണ്ട് നമുക്ക്? 15. ഇതില് നമ്മൾ ബ്ലാക്ക് ബോൾ ആണ് ഡ്രോ ചെയ്യുന്നത്. അപ്പൊ ബ്ലാക്ക് ബോൾ എന്ന് പറയുന്നതിൽ എത്ര ബ്ലാക്ക് ബോൾ ഉണ്ട്? 9 എണ്ണം. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം ആയിരിക്കും അല്ലെ? അപ്പൊ 9 ഓപ്ഷൻസ് ഉണ്ട്. ഫേവറബിൾ ആയിട്ട് 9 ഉണ്ട്. അപ്പൊ ആൻസർ ഇസ് 9/15 വിച്ച് ഇസ് ഈക്വൽ ടു 3/5. പക്ഷെ ഇവിടെ നിങ്ങളുടെ അടുത്ത് എനിക്ക് ഒരു പോയിന്റും കൂടെ ഇമ്പോർട്ടന്റ് ആയിട്ട് നോട്ട് ചെയ്യാനുണ്ട്. ഇപ്പൊ ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒറ്റ ബോളെ ഡ്രോ ചെയ്യുന്നുള്ളൂ. സോ 9/15 ഈസി ആയിട്ട് നമുക്ക് വരും. പക്ഷെ ഇപ്പൊ ഞാൻ പറയാണ് 2 ബാഗ് ഉണ്ട്, അതിൽ നിന്ന് ഞാനിപ്പോ ഒരു ബോൾ എടുക്കും, അടുത്തുനിന്ന് 2 ബോൾ എടുക്കും, അങ്ങനെ പല രീതിയിൽ വരുവാണെങ്കിൽ നമ്മൾ കോമ്പിനേഷൻസിലാണ് എടുക്കുന്നത്. ഓക്കെ, ഒരു സെറ്റ് ഓഫ് സാധനം ഉണ്ട്, അതിൽ നിന്ന് നമ്മളൊരു ഗ്രൂപ്പ് ആയിട്ട് സെലക്ട് ചെയ്യുവാണ്. ഓക്കെ, അപ്പോ ആ സെലക്ട് ചെയ്യുന്നതിന് നമ്മൾ കോമ്പിനേഷൻസ്, നിങ്ങൾ പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ, ആ നോട്ട്സ് നമ്മൾ ആ ഒരു റെക്കോർഡ് ക്ലാസ്സിലെ നോട്ട്സിലുണ്ട്. ആ ഒരു ഇക്വേഷൻസ് ഒക്കെ നമ്മൾ അതിൽ റെഫർ ചെയ്തിട്ടുണ്ട്. ബട്ട് അതിൽ ജസ്റ്റ് ഒന്ന് ഓടിച്ചെന്ന് പറയാം. കോമ്പിനേഷൻസ് ആണ് നമ്മൾ കൂടുതലായിട്ടും യൂസ് ചെയ്ത് വരുന്നത്. കാരണം കോമ്പിനേഷൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർക്കേണ്ട കുറച്ച് കീ വേർഡ് ഉണ്ട്. അതായത് ഗ്രൂപ്പ് എന്നോ, കമ്മിറ്റി എന്നോ, ഗ്രൂപ്പ്, കമ്മിറ്റി, സാമ്പിൾ, പിന്നെ സെലക്ഷൻ, സബ്സെറ്റ്, ഇങ്ങനെയൊക്കെ യൂസ് ചെയ്യുന്നിടത്താണ് നമ്മൾ കോമ്പിനേഷൻസ് ഉണ്ട്. അതായത് നമ്മൾ ജസ്റ്റ് റാൻഡം ആയിട്ട് കുറച്ച് സാധനങ്ങൾ ഇങ്ങനെ എടുക്കുന്നു. ഓക്കെ, ജസ്റ്റ് എടുക്കുവാണ്. നമ്മളിപ്പോ ഒരു ഓർഡറിൽ എടുക്കുന്നു, ഏത് ഓർഡറിൽ അല്ലെങ്കിൽ ഏത് അറേഞ്ച്മെന്റിൽ എടുക്കുന്നു എന്നുള്ളത് നമുക്ക് അവിടെ ഒരു വിഷയമല്ല. അങ്ങനത്തെ കേസസിലാണ് നമ്മൾ കോമ്പിനേഷൻസ് യൂസ് ചെയ്യുന്നത്. കോമ്പിനേഷൻസിന്റെ ഇക്വേഷൻ NCR ആണ്. NCR ഈക്വൽ ടു n⁴/r⁴ ഇൻറ്റു n-r⁴. ഇതുപോലെ തന്നെ വരുന്നതാണ് പെർമ്യൂട്ടേഷൻ അല്ലെ? പെർമ്യൂട്ടേഷൻ എപ്പോഴാണ് യൂസ് ചെയ്യുന്നത്? നമ്മൾ പിക്ക് ചെയ്യുമ്പോൾ അറേഞ്ച്മെന്റിന് അവിടെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അതായത് നമ്മൾ എടുക്കുന്ന ഓർഡറിന് അവിടെ ഒരു രീതി ഉണ്ടാവും.
മറ്റൊന്നുള്ള റാൻഡം ഓർഡർ ആണ്. റാൻഡം ആയിട്ട് എടുക്കുകയാണെങ്കിൽ കോമ്പിനേഷൻസ് യൂസ് ചെയ്യാം. പക്ഷെ അറേഞ്ച്മെന്റോ അല്ലെങ്കിൽ നമ്മളൊരു ഓർഡറോ അല്ലെങ്കിൽ ഒരു ഷെഡ്യൂളോ ഫോളോ ചെയ്യേണ്ടി വരുന്നു എങ്കിൽ നമ്മൾ അവിടെ യൂസ് ചെയ്യേണ്ടത് പെർമ്യൂട്ടേഷൻ ആണ്. അവിടെ NPR എന്ന് പറയുന്നത് എന്താണ്? n ഫാക്ടോറിയൽ ബൈ n മൈനസ് r ഫാക്ടോറിയൽ. അപ്പൊ ഇവിടെ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് നമ്മൾ ബാഗിൽ നിന്ന് ഒരു ബോളിങ് എടുക്കുന്നേ ഉള്ളൂ. സോ ഇവിടെ കോമ്പിനേഷന്റെ കാര്യം ഓർത്തേ, നമ്മളിപ്പോ ഏത് ഓർഡറിൽ എടുക്കുന്നു എന്നൊന്നും അവർ പറഞ്ഞിട്ടില്ല. വി ആർ ജസ്റ്റ് റാൻഡംലി ഡ്രോയിങ് എ ബോൾ അല്ലെ. അപ്പോൾ കോമ്പിനേഷൻ എടുത്താൽ മതി. അപ്പൊ ഇവിടെ നമുക്ക് എങ്ങനെ എഴുതാം? ഈ 9 എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ പറഞ്ഞു ഫേവറബിൾ ഔട്ട്കം എന്ന് പറയുന്നത് എന്താണ്? എനിക്കൊരു ബ്ലാക്ക് ബോൾ എടുക്കണം. ബ്ലാക്ക് ആയിട്ട് എത്ര എണ്ണം ഉണ്ട്? 9 ബ്ലാക്ക് ബോൾസ് ഉണ്ട്. ഓക്കെ, 9 എണ്ണത്തിൽ നിന്ന് ഒരെണ്ണമാണ് എടുക്കുന്നത്. അപ്പൊ 9 എണ്ണത്തിൽ നിന്നും ഞാൻ ഒരെണ്ണം പിക്ക് ചെയ്യുന്നു. 9C1 എന്ന് നമ്മൾ അതിനെ എഴുതും. ഇനി ടോട്ടൽ ഫേവറബിൾ ഔട്ട്കം എന്ന് പറയുമ്പോൾ ബാഗിൽ ടോട്ടൽ എത്ര ബോൾസ് ഉണ്ടോ അതിൽ നിന്ന് ഒരെണ്ണം എടുക്കുന്നു എന്ന രീതിക്കാണ്. അതായത് ഇപ്പം നമുക്ക് എത്ര എണ്ണം ഉണ്ട്? 9 ബ്ലാക്ക് ബോൾസും 6 വൈറ്റ്. അത് 9 + 6 15 ബോൾസ് വരും. ഇപ്പൊ 15ൽ നിന്നും നമ്മൾ ഒരെണ്ണം എടുക്കുകയാണ്. 15C1. 9C1 തന്നെ 9 ആണ്. 15C1 എന്ന് പറയുന്നത് 15 ആണ്. അതുകൊണ്ടാണ് നമ്മൾ 9/15 എഴുതിയപ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കിട്ടി. ഇല്ലെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ ട്രിക്കി ആയിട്ട് സോൾവ് ചെയ്യേണ്ടി വരും. ഓക്കെ, സോ കോമ്പിനേഷൻ പെർമ്യൂട്ടേഷനും കൂടെ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിരിക്കും കുറച്ച് കാൽക്കുലേഷനും കാര്യങ്ങളും. ഓക്കെ, ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ പരീക്ഷ ഇതുവരെ പ്രിപ്പറേഷൻ തുടങ്ങാത്തവർക്കും പ്രിപ്പറേഷൻ തുടങ്ങിയിട്ടും ആദ്യ റാങ്കിൽ എത്തുമോ എന്ന ആശങ്ക ഉള്ളവർക്കുമായി ടെക് PSC ഏറ്റവും പുതിയ തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുകയാണ്. മുൻ വർഷങ്ങളിലെ ടോപ്പ് റാങ്കേഴ്സിനെ സൃഷ്ടിച്ചിട്ടുള്ള കേരളത്തിലെ ഏറ്റവും മികച്ച മെന്ററിന്റെയും അധ്യാപകരുടെയും നേതൃത്വത്തിൽ തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസുകൾ ടെക് PSCയുടെ മാത്രം പ്രത്യേകതയാണ്. അത്തരത്തിലുള്ള ലൈവ് ആൻഡ് റെക്കോർഡഡ് ക്ലാസുകൾ, സ്മാർട്ട് ആൻഡ് എഫക്റ്റീവ് ക്യാപ്സ്യൂൾ നോട്ട്സ് ആൻഡ് സ്റ്റഡി മെറ്റീരിയൽസ് ഇൻ PDF ഫോർമാറ്റ്, 5000-ലധികം ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ, 20ഓളം PSC മോഡലിലുള്ള ഫീഡ്ബാക്കോട് കൂടിയ മോക്ക് ടെസ്റ്റുകൾ, ഡൗട്ട് ക്ലിയറൻസ് ആൻഡ് മെന്റർഷിപ്പ്, സയന്റിഫിക് പ്രോഗ്രസ് ട്രാക്കിംഗ്, ഇന്റർവ്യൂ ഗൈഡൻസ് എന്നിവ അടങ്ങിയ ഈ ഒരു കോംബോ പാക്കേജ് ഇപ്പോൾ തന്നെ നിങ്ങൾക്കും സ്വന്തമാക്കാം. അതും ടെക് PSCയുടെ 1.5 lakhs സബ്സ്ക്രൈബേഴ്സ് ഓഫറായ വെറും 2999 എന്ന നിസ്സാരമായ പ്രൈസിലും. ഇന്ന് തന്നെ ടെക് PSC ആപ്പ് ഡൗൺലോഡ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻ ആരംഭിച്ചോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ്.